ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാമല്ലേ. അപ്പൊ നമുക്ക് നേരെ നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് കടക്കാം. ഇനിയിപ്പം വരാനിരിക്കുന്ന അടുത്ത ഒരാഴ്ചയിലെ ഫുൾ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നയനി ഇപ്പം വളരെയധികം വിഷമത്തോടു കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഏതായാലും എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് നമ്മുടെ ആദർശിന്റെ കൂടെ എല്ലാവരും ചുറ്റും നിൽപ്പുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയും ജാനകിയും ഒക്കെ ഉണ്ട്, അഭിയും ഒക്കെ ഉണ്ട്. എരുതിയിൽ എണ്ണ ഒഴിച്ച് വിടുന്നുണ്ട്. പക്ഷെ അറിയാലോ എന്താണ് സത്യമെന്ന് നന്നായിട്ട് അറിയാം ആദർശിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ എരുതിയിൽ എണ്ണ ഒഴിക്കലൊന്നും ഒരു സൈഡിൽ നടക്കാൻ പോകുന്നില്ല. പക്ഷേ ആദർശിനെ അങ്ങോട്ട് അംഗീകരിക്കാനും എന്താ പറയാ, തന്നോട് തന്റെ ഭാര്യ വിശ്വാസവഞ്ചന ചെയ്തല്ലോ, വീണ്ടും വീണ്ടും അതിങ്ങനെ മനസ്സിലിങ്ങനെ തികട്ടി വരിക. അപ്പൊ ഇടയ്ക്ക് നമ്മുടെ ആദർശ് ഇങ്ങനെ കണ്ണാടിയിൽ പോയി നിൽക്കുമ്പോൾ, കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ മനസാക്ഷി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് പോലെ, അതായത് ആത്മാവ് വന്ന് ചോദിക്കുന്നത് പോലെ നമ്മുടെ ആദർശിനെ പോലെ തന്നെ ഒരു രൂപം കണ്ണാടിയിൽ കാണുകയും അങ്ങനെ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ എന്ത് തെറ്റാടാ നിന്നോട് ചെയ്തത്? നിന്റെ അമ്മ പറഞ്ഞിട്ടാണല്ലോ അവള് പറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ പോട്ടെ, അവൾ അങ്ങനെ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ. നിനക്ക് ഇതുവരെ നിന്റെ ഭാര്യനെ മനസ്സിലായില്ലേ? നീ അവളുടെ കൂടെ ഇത്രയും നാളായിട്ട് നടന്നിട്ടും നിനക്ക് അവളെ മനസ്സിലായില്ലെങ്കിൽ നീയാണ് ഇപ്പൊ തെറ്റുകാരൻ, അല്ലാതെ അവളല്ല എന്നൊക്കെ ഇങ്ങനെ മനസാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ഇല്ല, ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ഞാന് അവളെ അതുപോലെയാണ് കൊണ്ടു നടന്നത്. അതുമാത്രമല്ല, നന്ദികേടാണ് അവൾ കാണിച്ചിരിക്കുന്നത്, വെറും നന്ദികേട്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അവളുടെ ഈ ഒരു കാര്യത്തെ ശരിവെക്കാൻ പറ്റില്ല. അത് ആരൊക്കെ പറഞ്ഞാലും എന്റെ മനസാക്ഷി എന്നല്ല, ദൈവം തമ്പുരാൻ ഉടയവൻ വന്ന് നേരിട്ട് പറഞ്ഞാൽ കൂടി ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയാണ്. അപ്പൊ ഇതൊക്കെ ആ ഒരു കണ്ണാടി അങ്ങ് മാഞ്ഞു പോയിട്ടോ. കണ്ണാടിയിൽ നിന്ന് നമ്മുടെ ആദർശം അങ്ങ് മാഞ്ഞു പോയി. ഏതായാലും ആദർശിന് എന്നാലും മനസ്സിൽ എവിടെയെങ്കിലും അത് തട്ടാതിരിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തട്ടുമല്ലോ. അപ്പം ഇതിനോടൊപ്പം തന്നെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിയുടെ കള്ളത്തരം. അത് വല്ലാത്തൊരു കള്ളത്തരം തന്നെയാണ്. അപ്പൊ അതിന്റെ കേസ് അന്വേഷണമൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനിയുടെ അവിഹിതത്തിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് ഇനിയിപ്പം വരാൻ പോവാണ് കേട്ടോ അനന്തപുരി തറവാട്ടിലേക്ക്. അത് അനഘ തന്നെയാണ് കൊണ്ടുവരുന്നത്. അഭിയുടെ കള്ളക്കാമുകി എന്നൊക്കെ പറയാലോ. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു കുഞ്ഞാണത്. അപ്പൊ അതുകൊണ്ട് അമ്മയും മകളും കൂടെ അനന്തപുരി തറവാട്ടിലേക്ക് എത്താൻ പോവുകയാണ്. സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പോവുകയാണ്. അപ്പൊ അതിനിടയിലും കുറച്ച് ട്വിസ്റ്റുകൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. കാരണം അനന്തപുരി തറവാട്ടിലെ കൊച്ചുമക്കളുടെ മകളാണ് എന്നേ പറയുന്നുള്ളൂ. അത് ആരുടെ മകളാണ് എന്ന് പറയുന്നില്ല. അത് ആരുടെ മകളാകാം എന്നൊന്നും ഒരു സൂചനയും ഇല്ല. അനന്തപുരി തറവാട്ടിലെ കൊച്ചുമക്കളുടെ, അതായത് മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമക്കളുടെ അതായത് മൂർത്തി മുത്തശ്ശന്റെ കൊച്ചുമോളായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പം അത് അനിയുടെ കുട്ടിയാകാം, അത് അഭിയുടെ കുട്ടിയാകാം, അത് ആദർശിന്റെ കുട്ടിയാകാം. അപ്പൊ അങ്ങനെ പറയുന്നത് കൊണ്ട് ആകെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും, ആരുടെ കുട്ടിയാകും. അപ്പൊ എല്ലാവരും ആദ്യം സംശയിക്കുന്നത് നമ്മുടെ അഭിനെ തന്നെയാണ്. നവ്യയും സംശയിക്കുന്നുണ്ട്. അപ്പം നവ്യയും ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അഭിനെ തന്നെയാണ് സംശയിക്കുന്നത്. കാരണം ഈ ഒരു പെണ്ണ് കേസുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നമ്മുടെ അഭി മാത്രമാണ് ഉള്ളത്. പല പെണ്ണുങ്ങളുമായിട്ടും ബന്ധമുണ്ട് എന്ന് നമ്മുടെ നവ്യക്ക് അറിയാം, അതുപോലെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അഭിനെയാണ് സംശയിക്കുന്നത്. നവ്യക്ക് അടക്കാൻ കഴിയത്തില്ലാത്ത സങ്കടങ്ങളും വിഷമങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അവിടെ എന്താ പറയാ, നമ്മുടെ ആദർശും നയനയും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പം ആദർശും നയനയും കൂടെ എടുക്കുന്ന തീരുമാനം വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും നമ്മുടെ നവ്യനെ രക്ഷിക്കണം. നവ്യക്ക് ഇപ്പം സങ്കടം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത് പ്രഗ്നന്റ് ലേഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സങ്കടങ്ങളൊക്കെ കുഞ്ഞിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു കൊച്ചുമകന്റെ ഒരു കൊച്ചുമകന്റെ മകളാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതങ്ങ് ഏറ്റെടുക്കണം ആദർശിന്റെ മകളായിട്ട്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയേ. ഏതായാലും നമ്മുടെ നയന ഈ സംഭവം ആദ്യമൊന്നും അറിയുന്നില്ല കേട്ടോ. നയന ആദ്യം ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. തന്റെ ചേച്ചിക്ക് സങ്കടം ഉണ്ടാകണ്ട, ചേച്ചിയുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ആദർശ് ഇങ്ങനെ പറയുന്നതെന്നൊന്നും അറിയുന്നില്ല. അപ്പൊ ആദ്യം നമ്മുടെ നയന ആരെയും സംശയിക്കും? ആദർശ് ഏറ്റു പറയുക ഇതെന്റെ മകളാണ് എന്ന് ഏറ്റു പറയുമ്പോൾ ആര് സംശയിക്കും? നമ്മുടെ ഒരിക്കലും നയനയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ലാതാകും. ഏതായാലും പതുക്കെ നയനെ അത് തിരിച്ചറിയും. ഏതായാലും അങ്ങോട്ടേക്ക് അടുത്ത ആഴ്ച ആ ഒരു സംഭവങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകൾ എന്ന് മാത്രമാണ്
ആ പെണ്ണ് ഈ കുട്ടീനെ പറയുന്നത് ആ പെൺകുട്ടി മരിച്ചു പോവുകയും ചെയ്യും, അനഘ മരിച്ചു പോവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇതിനിടയിലൊക്കെ നിൽക്കട്ടെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദർശിന്റെ മസിൽ പിടുത്തം തന്നെയാണ്. അങ്ങനെ ആദർശ് ഒരു തീരുമാനം എടുക്കുക, മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആ കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ചിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു സംഭവം ഉണ്ട്. നമ്മുടെ നയനയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നയന അത്രമാത്രം വെറുക്കപ്പെട്ടവളായി മാറുന്നു. അപ്പം ആദർശ് മൂർത്തീസ് ജ്വല്ലറിയിൽ പോലും നയനയോട് വരണ്ട, നിനക്ക് അവിടെയും ഒരു സ്ഥാനം വേണ്ട, എനിക്ക് നിന്നെ കാണാൻ വയ്യ, ഇവിടെ നിന്ന് ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിലെങ്കിലും കുറച്ചു നേരം സ്വസ്ഥമായിട്ട് പോയെന്ന് ഇരുന്നോട്ടെ, അവിടെയെങ്കിലും ഇരിക്കുമ്പോൾ എനിക്ക് നിന്റെ ഈ തിരുമോന്ത കാണാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വരണ്ട എന്ന് തന്നെയാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലിട്ട് വിങ്ങി 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 ലാസ്റ്റ് സഹി കെട്ടിട്ട് നമ്മുടെ നയന അനന്തപുരി തറവാട്ടിന്റെ പടി ഇറങ്ങുക തന്നെയാണ്. അപ്പം അനന്തപുരി തറവാട്ടിന്റെ പടി ഇറങ്ങി പോവുകയാണ്. നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കരകിയോടോ ഗോവിന്ദനോടോ സത്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ആദർശമായിട്ട് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നത്. കാരണം അവിടെ ഗോവിന്ദൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ചെറിയ പേടി കാണുമല്ലോ ആർക്ക്, നമ്മുടെ നയനയ്ക്ക്. അപ്പം നയനെ അതുകൊണ്ട് ആരോടും സത്യങ്ങളൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല, നന്ദു അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ നന്ദുവിന് ഒരു വിഷമം ഉണ്ടാവണ്ട എന്നൊക്കെ ഓർത്തിട്ട് എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുകയാണ് നയന, താനും ആദർശം തമ്മിൽ പിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. പക്ഷെ അനന്തപുരി തറവാട്ടിൽ അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിക്കും ഇതിൽ പരം സന്തോഷമുണ്ടോ? അയ്യോ, ഇനിയിപ്പൊ നയന തിരിച്ചു വരില്ല. അതിന്റെ ഇടയിലാണ് ആദർശം എല്ലാവരെയും വിളിച്ചിട്ട് ഒരു തീരുമാനം അങ്ങ് എടുക്കുക, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാ, എനിക്ക് അവളെ വേണ്ട, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാ, എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് അവളുമായിട്ട് ഇനി ബന്ധം തുടർന്ന് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാന്ന്. മുത്തശ്ശനും പറഞ്ഞു, ഓക്കെ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും നയനയെ നിന്റെ മുകളിൽ കെട്ടിവെക്കാനൊന്നും ഞങ്ങൾ നിൽക്കില്ല. നിങ്ങൾ രണ്ടുമാണ് ജീവിക്കേണ്ടത്. ഇന്നോ നാളെയോ ഞങ്ങള് കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ രണ്ടുമാണ് ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഇപ്പം നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് തന്നെ ഇങ്ങനെയൊക്കെ ഡിവോഴ്സ് എന്ന സംഭവം കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല എന്ന് മുത്തശ്ശനും പറയുന്നു. ഇത് കേട്ട് കഴിയുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ സംഘടിക്കുന്നത് നമ്മുടെ ദേവയാനിക്കാണ്. ദേവയാനി വല്ലാത്തൊരു സിറ്റുവേഷനില്, അയ്യോ, നയനമോളെ ഒഴിവാക്കി അവൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന് കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇനിയിപ്പം ഒന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അതിനിടയ്ക്ക് അനാമികയും ജലജയും ജാനകിയും രേവതിയും വേണുവും കൂടി വരുന്നുണ്ട് അനന്തപുരി തറവാട്ടിലേക്ക്. നയന പോയല്ലോ, ഇനി ധൈര്യമായിട്ട് കടന്നു വരാലോ. അപ്പൊ വരുന്നുണ്ട്. അങ്ങനെ വേണുവും രേവതിയും ഒക്കെ പറയാണ് മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഈ ബന്ധം നന്നായിട്ട് പോവില്ലെന്ന്. കാരണം ഒരിക്കലും ചേർത്ത് വെക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് നയനയും ആദർശം തമ്മിലുള്ള ബന്ധം. കാരണം അനന്തപുരി തറവാട്ടുകാർ എവിടെ കിടക്കുന്നു? ആ കിടക്കുന്ന ഒരു എന്താ പറയാ, പ്രതിമ കച്ചവടക്കാരന്റെ മകൾ എവിടെ കിടക്കുന്നു? എവിടെയെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണോ? അതും കൊണ്ട് ഇപ്പൊ എടുത്ത തീരുമാനം, എല്ലാവരും ഇപ്പൊ എടുത്ത തീരുമാനം നല്ല തീരുമാനം. അവൾ ഈ വീട്ടിലുള്ളത് തന്നെയാ ഈ വീട്ടിന്റെ ഐശ്വര്യക്കേട്. അതുകൊണ്ടാണല്ലോ മൂർത്തി സാറിന് ഇങ്ങനെ ഒരു അസുഖം വരെ ഉണ്ടായതെന്നൊക്കെ പറയുക. തരിച്ചു കയറി വരുന്നുണ്ട് നമ്മുടെ മൂർത്തിക്ക് ദേഷ്യം. എന്ത് ചെയ്യാനാ, അട്ടക്കി പിടിച്ചിരിക്കാണ് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വേണു ആദർശനോടും പറയുന്നുണ്ട്, ഏതായാലും ഒരു കാര്യം നോക്ക് ആദർശേ, ഇനിയിപ്പൊ അവളുമായിട്ടുള്ള ബന്ധം തുടരുമൊന്നും വേണ്ട. എത്ര നല്ല നല്ല കുടുംബങ്ങളിൽ നിന്ന് ബന്ധം കിട്ടും, അതൊക്കെ പോട്ടെ. എന്റെ കുടുംബത്തിലുണ്ടല്ലോ നല്ല ബന്ധങ്ങള്. ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിക്കുന്ന പെണ്ണൊന്നുമല്ല, ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിന് വരെ ഞങ്ങൾ ഒപ്പിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്ന് നമ്മുടെ ആദർശിന് അതിന്റെ ഒന്നും കാര്യമില്ലല്ലോ. ഏതായാലും ഇതിനോടൊപ്പം നമ്മുടെ ദേവയാനിയോടും എരിവ് മാക്സിമം രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ദേവയാനിയോടും ചെന്ന് പറയുന്നുണ്ട്, അനാമിക ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വല്യമ്മ എന്തിനാ വിഷമിക്കുന്നത്? വല്യമ്മയുടെ മരുമകളായിട്ട് വല്യമ്മയ്ക്ക് ഞാൻ ഇവിടെ ഇല്ലേ, പിന്നെ എന്തിനാ വല്യമ്മ വിഷമിക്കുന്നത്? അതുമാത്രമല്ല, ആദർശേട്ടനെ കൊണ്ട് നമുക്കൊരു കല്യാണമൊക്കെ കഴിപ്പിക്കാം. അതും വല്യമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു വലിയ വീട്ടിലെ വല്യമ്മ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു പെണ്ണിനെ കൊണ്ട് നമുക്ക് കല്യാണം കഴിപ്പിക്കാം. അല്ലെങ്കിലും അവരുടെ കുടുംബക്കാരെ കൊള്ളത്തില്ലെന്നേ, എല്ലാം വകകെട്ടതുങ്ങളാ. എന്തോ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവള് മിക്കവാറും ഏതേലും ഒരുത്തന്റെ കൂടെ കറങ്ങിയത് ആദർശേട്ടൻ കണ്ടുപിടിച്ചു കാണുന്നേ, അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നൊക്കെ. ഇത് കേൾക്കുമ്പോ മനസ്സിൽ ദേഷ്യം വരികയാണ് കേട്ടോ. ദേഷ്യം വന്നിട്ട് ഏതായാലും ലാസ്റ്റ് സഹി കെട്ടിട്ട് ഈ ഡിവോഴ്സിന്റെ കാര്യം എടുത്തിടുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയാണ്, നിർത്ത, ഇനി ആരും നയനിയെ കുറിച്ച് ഇവിടെ മിണ്ടിപ്പോകരുത്. ഞാൻ പറയാം എന്റെ മരുമകളെ കുറിച്ച്. അവളെന്റെ മരുമകളല്ല, അവളെന്റെ മകളാണ്. മാത്രമല്ല അവളാണ് എനിക്ക് കരള് തന്നത് എന്നെല്ലാം
തുറന്നു പറഞ്ഞു പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥ. ഈ സമയത്ത് നമ്മുടെ നയന എങ്ങോട്ട് പോയായിരുന്നു? വീട്ടിൽ പോയായിരുന്നു. അവിടെ പോയി നമ്മുടെ ആദർശ് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ ഇതുപോലൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇനിയിപ്പോ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. ഇതിനിടയിലും കുറെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഭിയുടെ കള്ളത്തരമൊക്കെ പൊളിയുന്നുണ്ട്. അത് ആ ഒരു കുഞ്ഞിന്റെ കള്ളത്തരം തന്നെയാട്ടോ പൊളിയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത ഇതിലൊക്കെ കേൾക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം നമുക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടൊക്കെ തന്നെയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.